ഇപ്പം സമയം 4 മണിയായി. അപ്പം നമ്മൾ വീണ്ടും പള്ളിയിലോട്ട് പോവാണ്. രാവിലെ കുർബാന കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇവിടെ ഇങ്ങോട്ട് തന്നെ വന്നു. പിന്നെ ലഞ്ചൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു. ഊണ് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് എടുത്തു. എല്ലാവരും ഫ്രഷായി. ഇപ്പം ഇപ്പം നമ്മൾ ഇറങ്ങുവാണ്. ഫുള്ള് പള്ളി ഒന്ന് റൗണ്ട് ചെയ്യണം. എല്ലാ പള്ളികളും ഒന്ന് കാണണം, പ്രാർത്ഥിക്കണം. പിന്നെ ഹെയ്നി ബേബിക്ക് ടോയ് ഷോപ്പിൽ പോകണമെന്ന് പറയുന്നുണ്ട്. ഏത് ടോയാണ് വേണ്ടേ? ട്രക്ക് ടോയ് ആണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഹെയ്നി ബേബി. എന്നാലും നമുക്ക് അവരുടെ ടോയ് ഒക്കെ മേടിക്കണം. അപ്പോൾ പോയിട്ട് വരാം. കഴിഞ്ഞ തവണത്തെ പോലെ ചായപ്പാട്ടുകൾ ചായ നിർത്തി പോവുകയാണ് അല്ലേ? ഇവിടെ പറ്റിയാണ് പപ്പ ഏതോ ഷോർട്ട് കട്ട് വഴിയൊക്കെ പോവുകയാണ്. നമ്മളും പിന്തുടരുന്നു. ഇതെവിടെയാണ്? പുതിയ വഴിയാ? പപ്പ സൂപ്പർ ഫാസ്റ്റ് വല്ല കണ്ടുപിടിച്ച പുതിയ വഴി കൂടെ പോവുകയാണ്. പക്ഷെ ബാക്കി ആരും എത്തിയിട്ടില്ല. എല്ലാവരും ബാക്കിൽ നിന്ന് നടന്ന് വരണതേ ഉള്ളൂ. ഇത് മോർണിംഗ് സ്റ്റാർ ചർച്ചിലോട്ട് വരാനുള്ള ഷോർട്ട് കട്ടായിരുന്നു കേട്ടോ. നമ്മൾ മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ ഫ്രണ്ടിലുള്ള, അതായത് മെയിൻ എൻട്രൻസിന് സൈഡിൽ, അതായത് മെയിൻ എൻട്രൻസിൽ കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. ഇതാണ് ആ റോഡ്. നമ്മൾ അതിൻ്റെ പകുതി റോഡിൽ വന്നു. ആ ഒരു സ്റ്റാച്യു ഇവിടെ ഉണ്ട്, ജീസസ് ക്രൈസ്റ്റിൻ്റെ. എല്ലാവർക്കും നടക്കാൻ ഭയങ്കര മടിയാണെന്നാണ് തോന്നുന്നത്. ഫ്രീ ആണ്. അതുപോലെ കഴിഞ്ഞ ഓഖി സമയത്ത് ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ സ്റ്റാച്യൂവിലെ ഒരു കൈ ഇങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും ഇവർ നല്ല രീതിയിൽ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് അത് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു സൺലൈറ്റിൻ്റെ ഗ്ലെയർ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല രീതിയിൽ വിസിബിൾ ആണെന്ന് തോന്നുന്നില്ല വീഡിയോയ്ക്ക്. അതുപോലെ ഈ സ്റ്റാച്യു സാക്രഡ് ഹാർട്ട് സ്റ്റാച്യു എന്നുള്ളതാണ് നെയിമിങ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ പെഡസ്റ്റലിൻ്റെ ഹൈറ്റ് വന്നിട്ട് 16 ഫീറ്റും ഈ ഒരു സ്റ്റാൻഡ് അത് പോയിട്ട് സ്റ്റാച്യുവിൻ്റെ മാത്രം ഹൈറ്റ് 62 ഫീറ്റാണ് വരുന്നത് ടോട്ടൽ. എല്ലാവരും നടന്ന് തളർന്നത് സൈഡിലൊക്കെ വന്ന് ഇരിപ്പ് തുടങ്ങി. അതുമാത്രമല്ല, ഇവിടെ വേറെയും റെസിഡൻസീസ് ഉണ്ട്. ഈ പറയണ പോലെ ഹോട്ടൽസ് തന്നെ, പ്ലസൻറ്റ് റെസിഡൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റാച്യുവിൻ്റെ സൈഡിലായിട്ട്. ഇതിൻ്റെ വഴി വരുന്ന മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ നമ്മുടെ ആ റോഡിൽ നിന്നുള്ള എൻട്രൻസ് ഉണ്ട്, ആ സൈഡ്. അതായത് രാവിലെ നമ്മൾ ഓട്ടോയിൽ വന്നിറങ്ങി ആ ഒരു സൈഡിൽ നിന്നായിരുന്നു ഈ എൻട്രൻസ്. ഈ ഒരു റോഡ് കണ്ടിന്യൂഷനാണ്. അതുപോലെ പള്ളിയുടെ മാസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് വേണമെങ്കിൽ ഇത് പോസ് ചെയ്ത് നോട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ചർച്ച് വ്യൂ കിട്ടുന്ന, അതായത് മോർണിംഗ് സ്റ്റാർ ചർച്ച് വ്യൂ കിട്ടുന്ന 2 ഹോട്ടൽസ് ഉണ്ട്. ഹോട്ടൽ പിക്നിക്കും ഹോട്ടൽ സീ ഗേറ്റും. അപ്പോൾ ഇത് രണ്ടും എനിക്ക് തോന്നുന്നു പിക്നിക് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നല്ല, ഒരു മിഡ് റേഞ്ച് എമൗണ്ട്.
ബട്ട് സീ ഗേറ്റ് വരുമ്പോൾ നമുക്കൊരു റിസോർട്ട്സിൻ്റെയൊക്കെ ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്, ആ ഒരു എമൗണ്ട് ആവും. ഈ രണ്ടിലും നമുക്ക് ഇപ്പോൾ ചർച്ച് വ്യൂ റൂംസ് കിട്ടുന്നത് ഈ 2 ഹോട്ടൽസിലും കിട്ടുന്നുണ്ട്. അതുപോലെ മോർണിംഗ് സ്റ്റാർ ചർച്ചൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സമയം ഏകദേശം 4:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ ടൈം ക്ലോസ്ഡ് ആയിരുന്നു. നമ്മളപ്പോൾ ഈ സൈഡിൽ കൂടെ നേരെ നമ്മുടെ ആ ഒരു പോണ്ടൊക്കെ, അതായത് ആ കുളമൊക്കെ ഉള്ള ചർച്ചിലോട്ടാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു സ്റ്റാച്യു ഉണ്ട്, ജീസസ് വിത്ത് ചിൽഡ്രൻസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജീസസ് വിത്ത് ചിൽഡ്രൻസ്. അതേപോലെ ഇവിടെ അതിൽ എമൗണ്ട് കൊടുത്തവരുടെ ഇതിന്, അതായത് ഡൊണേഷനിലായിരിക്കുമല്ലോ ഇത് കൂടുതലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡൊണേഷൻ കൊടുത്ത ആൾക്കാരുടെ ലിസ്റ്റായിരുന്നു അതിൽ കാണിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല വ്യൂ ഉള്ള, നമുക്ക് ഇവിടെ തന്നെ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സ്റ്റാച്യു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സ്റ്റാച്യു കാണിച്ചിട്ടുണ്ട്. എനിക്കും തുടക്ക സമയത്ത് ഇവിടെ ഈ ഫൗണ്ടെയിനിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് എന്താ പറയുക, വാട്ടർ ഫ്ലോ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഹേനു മീൻ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും മീൻ കണ്ടില്ല. എവിടെയാണോ എന്തോ മീൻ. കഴിഞ്ഞ പ്രാവശ്യം ഹേനുവിന് കുഞ്ഞായിരുന്നല്ലോ, അപ്പോൾ ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്തവണ കുറച്ചുകൂടെ എൻജോയ് ചെയ്യുന്നുണ്ടാവും. നമുക്കൊരു സെൽഫി എടുക്കണ്ടേ? നമ്മളപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെയൊക്കെ രാവിലെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ടൈം ഈ ഈവനിങ് കിട്ടിയായിരുന്നു. ബട്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ കവർ ചെയ്തില്ല. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ടും ഹെയ്നു ബേബിക്ക് രാവിലെ ഫുഡ് കഴിക്കാതെ കരച്ചിലായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മാസ് കഴിഞ്ഞിട്ട് നേരെ ഹോട്ടലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ടൈം വളരെ കുറവാണ്. കാരണം ഇവിടെ പല ചർച്ചും എനിക്ക് തോന്നുന്നു ഒരു 6 മണിക്ക് മുന്നേയൊക്കെ ക്ലോസ് ചെയ്യും. സോ അപ്പോൾ എല്ലായിടവും നമുക്ക് കയറുകയും വേണം. സോ അതുകൊണ്ട് പപ്പത എല്ലാവരും വിളിച്ച് സ്പീഡപ്പാക്കി നടക്കുന്നുണ്ട്. സോ ഇപ്പോൾ തന്നെ 4:30 കഴിഞ്ഞ് 4:37 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്പീഡിൽ നടക്കുകയാണ് അടുത്ത ചർച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട്. മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ ആ ഒരു സൈഡാണ് കേട്ടോ അടച്ചിട്ടിരിക്കുന്നത്. ഈ സൈഡ് ക്ലോസ് അല്ല, ഓപ്പൺ ഇതാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് ഇവർ ഏറ്റവും മെയിൻ എൻട്രൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതായാലും ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്, 2 സൈഡിലാണ് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുവഴി ഇറങ്ങിയിട്ട് ആ കാണുന്ന ചർച്ചിലോട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥലം എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ നമ്മുടെ ഈ മുട്ടിന്മേലിഴഞ്ഞ് നേർച്ച എടുക്കുന്നവർ പോകുന്നത് ഈ ഒരു റൂട്ടാണ്, ഈ ഒരു മണ്ണ് ഇട്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗത്തും കുരിശിൻ്റെ വഴിയുടെ സ്റ്റാച്യൂസാണ് ഉള്ളത്. ഇതേപോലെ ഓരോ സ്ഥലത്ത് കുരിശിൻ്റെ വഴി. അപ്പോൾ ഇവിടെ ഒരു ആൽമരമുണ്ട്. ആൽമരത്തിൽ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ അവരവിടെ കയ്യിൽ വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഈ എന്താണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളുണ്ടാകാത്തവർക്ക് ഈ ഒരു കർഷീഫിൽ ഇങ്ങനെ ഒരു തൊട്ടിൽ പോലെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഈ ഒരു ആൽമരത്തിലിടുന്ന ഒരു ചടങ്ങുകളുണ്ട്, ഒരു ആചാരം ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു ചർച്ചിൻ്റെ കൂടെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഈ ചർച്ചിൽ നിന്നുള്ള, അതായത് ഈ കുറച്ച് സ്റ്റാച്യൂസോ അങ്ങനത്തെ സാധനങ്ങളെല്ലാം മേടിക്കാനായിട്ടുള്ള ഒരു സെൻറ്ററും, പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് കാൻഡിൽസിൻ്റെ ഇതും അവൈലബിളാണ്. അതുപോലെ ഇവിടെ ഒരു കുരിശടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാസ് നടത്താനും കൂടെ കണക്കിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ആ ഒരു സെൻറ്ററിൽ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതേ ഉള്ളൂ സെപ്റ്റംബറിൽ. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്ത് കുറച്ചുകൂടെ എന്താണ് മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചർച്ചിൻ്റെ. പിന്നെ ഇവിടെ ആ ഒരു കിണറിനകത്തേക്കുള്ള ഒരു വ്യൂ, പക്ഷേ അത് വിസിബിൾ അല്ല നമുക്ക് ക്യാമറയിൽ. അതിൽ തന്നെ ഡീറ്റെയിലിൽ കൊടുത്തിട്ടുണ്ട്. അതായത് പരിശുദ്ധ അമ്മയുടെ കുളം എന്നുള്ള പേരിൽ
ഏകദേശം 16-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ ആരോഗ്യമാതാവ് ഈ കുളക്കരയിൽ വെച്ചൊരു പാൽക്കാരനെ ബാലന് പ്രത്യക്ഷപ്പെടുകയും അവനെ അത്ഭുതമാം ഇത് അനുഗ്രഹിക്കുകയും ചെയ്തു. അന്നു മുതൽ ഈ ജലസംഭരണി പരിശുദ്ധ അമ്മയുടെ കുളം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ കുളത്തിലെ ജലം ദൈവകൃപകളുടെയും നിരവധി അനുഗ്രഹങ്ങളുടെയും ഉറവയായി വിശ്വസിച്ചു പോരുകയും ചെയ്യുന്നു. സോ അപ്പോൾ അത് മലയാളത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. എനിക്കൊന്ന് ഇപ്പുറ സൈഡിന് വേറെ ലാംഗ്വേജ് തമിഴിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ ഈ സൈഡ് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്, ഹമാരി മാതാ കി തലാബ്. അതന്നെ ഇവിടെ ഇംഗ്ലീഷിലുണ്ട്, അവർ ലേഡീസ് ടാങ്ക്. നമ്മളിപ്പോൾ ചർച്ചിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ചർച്ചിനകത്തുള്ള വ്യൂസൊന്നും നമ്മൾ കാണിക്കുന്നില്ല. അതായത് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ അവിടെ ഏതെങ്കിലും പ്രൊഹിബിറ്റഡ് ആണെന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ ക്യാമറാസും കാര്യങ്ങളും എല്ലാം അതിനുള്ളിൽ യൂസ് ചെയ്യരുതെന്ന്. ബട്ട് അതിനുശേഷവും അവിടെ ഇപ്പോൾ സെക്യൂരിറ്റീസ് വളരെ കുറവാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ക്യാപ്ചർ ചെയ്യാം. ബട്ട് എന്നാലും നമ്മളത് ഒബേ ചെയ്യണം. കാരണം ഈ പറയുന്ന രീതിയിൽ ഒരുപാട് ഈ ബോംബ് ഭീഷണി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ചർച്ചിന്. അപ്പോൾ അതിൻ്റെ ഒരു സെക്യൂരിറ്റി കൂടെ കണക്കിലെടുത്തിട്ടാണ് അവർ ഈ ഒരു ക്യാമറാസും കാര്യങ്ങളും നമ്മൾ അകത്ത് യൂസ് ചെയ്യരുത്, അവിടുത്തെ വ്യൂവും കാര്യങ്ങളും നമ്മൾ ലീക്ക് ചെയ്യരുതെന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തോട്ട് കൂടുതൽ അകത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഇവരൊന്നും പ്രാർത്ഥനയ്ക്ക് വന്നതല്ല, ചായ കുടിക്കുക, ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ഒരു ഹോബി. ഈ പറയുന്ന രീതിയിൽ തീർത്ഥാടനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്നൊക്കെയാണ് പറയണത്. ഓക്കെ, എനിവേ നമ്മളൊരു ചർച്ചിൻ്റെ ഒരു ക്യാൻറ്റീനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം ഇവിടെ. അപ്പോൾ ഹേനു ബേബിക്ക് നമ്മളൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് അവനെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ചായ, ഏലക്ക ചായയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് കോഫിയൊക്കെ കുടിച്ചു. ടീ വാങ്ങിച്ചായിരുന്നു, കോഫി വാങ്ങിച്ചായിരുന്നു. അപ്പം കോഫിയൊക്കെ കുടിച്ചിട്ട് എല്ലാവരും ഇറങ്ങി. ഇവിടെ നിന്ന് നമ്മൾ നേരെ മെയിൻ ചർച്ചിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഇന്നലെ നൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ നിന്ന് ത്രൂ കയറുന്നത് മെയിൻ ചർച്ചിലോട്ടാണ്. ഇതാണ് വിഷ്വൽ ഹാള്, സ്റ്റെല്ല മാരീസ് ഓഡിയോ വിഷ്വൽ ഹാൾ വേളാങ്കണ്ണി. അതാണ് വിഷ്വൽ ഹാളിൻ്റെ പേര്. ഇവിടെ ഇത് ഷോ ഉണ്ട്, മോർണിംഗ് എന്തോ ഷോ ഉണ്ടായിരുന്നു, പിന്നെ ഉച്ചയ്ക്കും ഉണ്ടായിരുന്നു ഷോ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഷോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. ഇവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. 11:30 മലയാളം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് കാണണമെന്നുള്ളവർക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും സമയവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നോക്കിയിട്ട് ആ ടൈം അനുസരിച്ച് ഇവിടെ വന്നിട്ട് ഇത് കാണാൻ പറ്റും നമുക്ക്. ഇതുണ്ട് ഫ്രൈഡേ സാറ്റർഡേ പോയിട്ട് സൺഡേ ആൻഡ് ഗവൺമെൻറ് ഹോളിഡേയ്സിലെല്ലാം ഇതിൻ്റെ ഷോ കാണിക്കും. ഹേനു ബേബി നടക്കാൻ വയ്യാണ്ട് അപ്പാപ്പൻ്റെ തോളിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം എത്താറായി നടന്ന്. ഇവിടെ ഒരുപാട് പേര് നേർച്ച എടുത്തിട്ടും മുട്ടുമേൽ എഴുന്നുണ്ട് കേട്ടോ. ഏകദേശം 1 കിലോമീറ്റർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഇത് നേർച്ച എടുക്കുന്നത് വരെ. അങ്ങനെ നമ്മൾ ഏകദേശം മെയിൻ ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആട്ടോ. ഇവിടെ ഒരു പ്രെയർ ഹാളുണ്ട്. അപ്പം
അതിൻ്റെ അടുത്തോടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതിൻ്റെ സൈഡിലുള്ള വ്യൂ ആട്ടോ ഇത്. നമ്മൾ അകത്തുള്ള വ്യൂ ഒന്നും ഇങ്ങനെ എടുക്കുന്നില്ല ഒരുപാട്, നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മളധികം അകത്തുള്ള വ്യൂസ് ഒന്നും എടുക്കുന്നില്ല. പപ്പ കയറി, അവർ വരുന്ന ഹേനും മമ്മ അവിടെ നിൽപ്പുണ്ട്, കാഴ്ചയുടെ കണ്ണ് നിൽപ്പുണ്ട്. ഇവിടെ സൈലൻ്റ് പ്രയർ ഹാളാണ്. ഇവിടെ നമുക്ക് കൊച്ചു കുട്ടികൾക്ക് അലോ ചെയ്യത്തില്ല. നമുക്ക് ഇതാണ് കുമ്പസാര സ്ഥലം. ഇവിടെ സമയവും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിലും തമിഴിലും ഒക്കെ ഹിന്ദിയിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിലൊക്കെ ആയിട്ട്. അപ്പം കുമ്പസാരിക്കണമെന്നുള്ളവർക്ക് ഇവിടെ വരാം. അതിനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണിത്. ഈ പ്ലേസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നതാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥനാലയം. പിന്നെ മാരേജ് ബ്യൂറോയും ഇവിടെയാണ് വരുന്നത് കേട്ടോ. നമുക്ക് ബുക്ക് ചെയ്യുന്നുള്ളവർക്ക് ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും. വന്നവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെയൊന്നും വേറെ പ്രത്യേകിച്ചൊന്നും മാറ്റങ്ങളൊന്നുമില്ല. കഴിഞ്ഞ നമ്മൾ കാണിച്ച സ്ഥലം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ് കുറവാക്കുന്നില്ല. തവണയും ഇതിനകത്തുള്ള വെള്ളം ഭയങ്കര മോശമായിരുന്നു. ഇത്തവണയും സെയിം അവസ്ഥ. ക്ലീനിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ മുകളിലൊന്നും ഇങ്ങനെ വെള്ളം വരുന്നൊരു സംഭവം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം നമ്മളെടുത്ത്. അത് ഇത്തവണ ഇല്ല. എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ ചെയ്യുന്നില്ലായിരിക്കണം. He must increase, but I must decrease. ഓക്കെ, നമുക്ക് നടക്കാം. അപ്പോഴൊരു സ്ലോ മോഷൻ തോന്നുന്നു. നമ്മൾ വരുമ്പോൾ ഈ കിട്ടിയതിനെല്ലാം മറ്റേ ബാറ്ററിയൊക്കെ ഇട്ട് പൊളിച്ച് ഉറക്കി വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. ക്ലിയറായിട്ട് പറയും കേട്ടോ. ഓക്കെ, നമ്മൾ മലയാളം മാസത്തിന് പോയില്ലേ, ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള കുർബാനയുടെ സമയങ്ങളെല്ലാം. ചാർജ് വെച്ചുകൊണ്ടിരിക്കും. ഹായ് പറ. ഇനി ഇവിടെ കിടന്നോടാ. കിടന്നോ മരിക്കും. നടക്ക്. ഏതോ ടൈപ്പ് കിളിയുടെ സൗണ്ടാണ് മൊത്തത്തിൽ. അങ്ങനെ നമ്മൾ നടന്ന് വലിയ പള്ളിയുടെ സൈഡിൽ എത്തിയിട്ടുണ്ട്. വലിയത് എന്ന് വെച്ചാൽ മെയിൻ പള്ളിയുടെ സൈഡിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മാസും കാര്യങ്ങളും പിന്നെ ഓഫറിങ്സൊക്കെ ചെയ്യാനായിട്ട് ആ ഒരു സ്പോട്ടിലോട്ട് പോവുകയാണ്. കുർബാനയ്ക്ക് കൊടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമ്മൾ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മാസം നടത്താനുള്ള ഇത് കൊടുക്കുന്നത്, പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. വെള്ളം വേണോ?
അപ്പോൾ നമ്മൾ ഫാദറിൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കാനായിട്ടാണ് ഇതിനുള്ളിലോട്ട് പോയത്. അപ്പോൾ ഫാദർ ബ്ലെസ് ചെയ്തതിന് ശേഷം ഹേനുവിന് ഒരു മിഠായിയെ കൊടുത്ത് ഹേനുദ ആ മിഠായിയും ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. ആരാ ഹേനു മിഠായി എന്നേ? ഫാദറാ തന്നെ. ഇത് അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് പോലൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. അതുമുണ്ട്, അതേപോലെ ഓഫറിങ്സും കാര്യങ്ങളും പിന്നെ നമ്മുടെ വൈദികരെല്ലാം ഇതിനകത്ത് കുറച്ച് പേരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് ആണ്. ഇതിനകത്ത് നമ്മൾ പോയിട്ട് ഇറങ്ങി. ഫ്രണ്ടിൽ ഇതേപോലെ ചെടികളൊക്കെ ഇങ്ങനെ ഒരു വെറൈറ്റി മോഡലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ഇനി അടുത്ത് മെയിൻ ചർച്ചിലൊക്കെ പോകണം നമുക്ക് ഒന്നുകൂടെ. പിന്നെ അതുപോലെ തന്നെ ഇന്നിനി പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോകേണ്ടി വരും. ഇത് പള്ളിയിലൊക്കെ ബുക്ക് സെൻ്ററാണ് കേട്ടോ. ഏതായാലും നമുക്കിതിൻ്റെ അകത്ത് കയറേണ്ടി വരില്ല, വായനാശീലമുള്ളവർ പോയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇത് വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു മാളാണ്. ഇവിടെ ഈ പറയുന്ന നമ്മുടെ ആർട്ടിക്കിൾസ് അതേപോലത്തെ സാധനങ്ങൾ, അതായത് ഈ ക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും, സ്റ്റാച്യൂസ്. അപ്പോൾ ഇവിടെ പോണ വഴിയിൽ മാതാവിൻ്റെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഫോട്ടോസ് കാണാനായിട്ട്. അതേപോലെ യേശുവും കുഞ്ഞുങ്ങളോട് വയ്ക്കുന്നൊരു ഇതൊക്കെയുണ്ട്, ഒരു ഫോട്ടോ. കൊള്ളാം. നമ്മളപ്പം ഒരു മിഖായൽ മാലാഖയും ഒരു ചാനൽ ഫ്രണ്ടിന് വേണ്ടിയിട്ടൊരു വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പം അത് ബില്ല് ചെയ്യുവാണേ. ഇവിടെ ക്യാഷ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഉള്ളി ക്യാഷ് ഉള്ളിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ഒരു ലോഡ് സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വരണുണ്ട്. ഇതെന്തൊക്കെ രമ്യ, കുറേ സാധനങ്ങൾ ഇരിക്കുന്നില്ല? ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് മിഖായൽ മാലാഖയുടെ ഒരു ഫ്രെയിം ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ കുടുംബത്തിന് വേണ്ടി ഇത് ഇച്ചാൻ്റെ ഓഫീസിലെ ഇച്ചാൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ സ്വരൂപമാണ്. ഇത് ഹെയ്ന് ഒരു സെലക്ട് ചെയ്തതാണല്ലോ. മിഖായൽ മാലാഖയുടെ ചെറിയൊരു ഇത് ഹെയ്ന് സെലക്ട് ചെയ്തതാണ്. പൊളിച്ചിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ല ക്യാമറയിലൊന്നും. പൊളിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണിക്കുന്നതാണ് വീട്ടിൽ വെച്ചിട്ട്. നമ്മൾ ടോയ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഹെയ്നു ബേബിക്ക് ടോയ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളിവിടെ ഒന്ന് മെയിൻ പള്ളിക്കകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഇത് കടലിലോട്ട് പോകുന്ന റോഡാട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് രണ്ട് സൈഡും ഒരുപാട് കടകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കടയിൽ കയറി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിക്കാം. ഹേനു ബേബിതാ ടോയ്സ് അന്വേഷിച്ച് പോവാണ്. അവന് ഇഷ്ടമുള്ള ടോയ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹേനു ബേബിക്ക് ഒരു മണി ബാങ്ക് ഉണ്ട്. അപ്പം അതിനകത്തുനിന്ന് ഹേനു ബേബി എല്ലാവരും ഇങ്ങനെ അവന് വീട്ടിലൊക്കെ പോകുമ്പോൾ അപ്പാപ്പനൊക്കെ കൊടുക്കുന്ന പൈസ അവനതിനകത്ത് കൊണ്ട് ഇടാൻ ഞങ്ങൾ ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വേളാങ്കണ്ണി വരുന്ന സമയത്ത് നമ്മളത് തുറന്നിട്ട് ഒരു 500 റുപ്പീസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവന് ടോയ് മേടിക്കാൻ, അവൻ സമ്പാദിച്ച പൈസയ്ക്ക് തന്നെ അവൻ ടോയ് മേടിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവന് ഇഷ്ടപ്പെട്ട ടോയ് എടുക്കാൻ വന്നിരിക്കുവാണ്. കുറേ മെഴുകുതിരിയൊക്കെ ഉള്ളൊരു കടയുണ്ട് കേട്ടോ ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കി വെച്ചിരുന്ന കടയാണ്. അപ്പം അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാൻഡിൽ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ അത് മേടിക്കാൻ വേണ്ടി പോവാണ്. ബേബി അങ്ങനെ മെഴുകുതിരി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ കടയിൽ നിന്ന് മേടിച്ച് മെഴുകുതിരിയാണ് കേട്ടോ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
अंदर देखा पटना और पटना അപ്പോൾ ഇത് ഒരു ലോഡ് സാധനങ്ങളൊക്കെ ആയിട്ട് ഇവരെല്ലാവരും വരണുണ്ട്. എന്തുവാടെ ഇതൊക്കെ? അതെ, ഹേനിവിടെ അപ്പം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. സോ ഇനി അടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ദ്രാവിഡർ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ട്രൈ ചെയ്യാനാണ് പോകുന്നത്. ഇതിന് മുന്നേ പോയിട്ടുണ്ട് പണ്ടവിടെ. അപ്പോൾ ആ ഹോട്ടലൊന്ന് കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് പോണേ. അതിൽ കൂടെ എടുത്തിട്ടാ നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. അതിനിടയിൽ രമ്യ വഴിക്ക് വന്ന കടയിൽ നിന്ന് പാവാടയും കണ്ട് പാവാടയും വാങ്ങിച്ചത് ഇപ്പോൾ നടക്കുകയാണ്. വീണ്ടും നമ്മൾ ഇനിയെങ്കിലും ഫുഡ് കഴിക്കുമെന്നാണ് വിശ്വാസം. സോ അപ്പോഴത്തെ അവിടെ ഉണ്ട്. നമുക്ക് പോയി കുറച്ച് വാട്ടർ മെലൺ കഴിക്കാം. നമ്മളപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം പോയി മേടിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കുന്നത് ഹോട്ടൽ ദ്രാവിഡറിൻ്റെ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. നല്ല വിശപ്പുണ്ട്. പോയ ഉടൻ തന്നെ ഹെവി ആയിട്ട് എന്തെങ്കിലും വാങ്ങി കഴിക്കാം. ഇല്ല, എന്തോ രമ്യ ഇത് പ്ലേറ്റ്. എല്ലാവരും ഫുഡ് കഴിച്ച് ഫിനിഷ് ചെയ്താൽ പപ്പയുടെ പ്ലേറ്റ് കണ്ട അടിപൊളി. ഇനിയൊന്നും മിച്ചമില്ല അതിൽ. ഇവിടെ ഹീന ബേബിയും ഫുഡ് കഴിക്കുന്നുണ്ട്. ഹായ് പറ. ആ ഓ ഹായ്. ഓ കോക്കമെല്ലാണ് ഇവിടെ കാണുന്നത്. കഴിച്ചോളൂ. ആ അപ്പോൾ ഞാനിവിടെ ഫിനിഷായി. അങ്ങനെ കഴിച്ചു കഴിഞ്ഞു. നമ്മളെ ബില്ല് പേ ചെയ്യാൻ നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഹേനു ബേബിക്ക് ഇഡ്ഡലി പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാഴ്സൽ വാങ്ങാൻ വേണ്ടിയിട്ട് പപ്പയും മമ്മയും അകത്ത് വെയിറ്റിംഗ് ആണ്. ഹേനു ബേബി കുറച്ച് നൂഡിൽസേ കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ പാഴ്സൽ പറഞ്ഞത്. ഓക്കെ, എവിടെയാണ് നമ്മളിരിക്കുന്നത്? ബബു നിൽക്കുന്നത് കണ്ടോ? ഒരു കുട്ടി ബബു ഉണ്ട് ബാക്കിൽ, കണ്ടോ? കുട്ടി ബബുവും ബബുവിൻ്റെ മമ്മയും. ബബുവിന് എവിടെ കൊണ്ടുപോവാ? ഇത് വേണ്ട, വീട്ടിൽ കെട്ടിയിരണ്ട. അതിനെ പിടിച്ച് കെട്ടിയിരുത്ത വീട്ടില്. അപ്പൊ പിന്നെ ബോബോനെ അതിന് കെട്ടിയിരുന്നു. എല്ലാം കെട്ടിയിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ തിരിച്ച് വീണ്ടും റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ വീട്ടിൽ നിന്ന് മൊത്തം 528.4 കിലോമീറ്ററാണ് വന്നത്. അപ്പോൾ നമുക്ക് ആവറേജ് 14.7 കാണിക്കുന്നത്. പക്ഷേ അതിൽ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അറൗണ്ട് ഒരു 18-19 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് ഇതിൽ
നമ്മൾ ഇടയ്ക്ക് കുറച്ച്, അതായത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് പെട്രോൾ പമ്പിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാനായിട്ട്. ആ സമയമൊന്നും വണ്ടി ഓഫല്ല, ആ സമയം വണ്ടി ഓൺ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ വണ്ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ടൈമും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ കുറഞ്ഞിരിക്കുന്നത്. ബട്ട് നമുക്ക് റിയൽ ടൈം ഒരു മൈലേജ് നോക്കുമ്പോൾ ഒരു 18-19 വരെയൊക്കെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ എത്ര രൂപ പെട്രോൾ അടിച്ചായിരുന്നു ടോട്ടൽ? ഏകദേശം 6500 ഇപ്പം നമ്മളിപ്പോൾ 6500 രൂപയ്ക്ക് അടിച്ചു എക്സ്ട്രാ പെട്രോൾ അടിച്ചിട്ട്. നമുക്കിപ്പോഴും ഒരു ഹാഫ് ടാങ്ക് കഴിഞ്ഞ് വീണ്ടും ഒരു ഇത് കട്ടൗടെ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി നമ്മൾ ഏതായാലും നാളെ രാവിലെ ഒരു ഫുൾ ടാങ്ക് കൂടെ അടിച്ചതിന് ശേഷമായിരിക്കും ബാക്കി ഇനി നോക്കുന്നത്. ഇനി എല്ലാവരും ഫ്രഷായി കിടന്നുറങ്ങണം. അപ്പോൾ നമ്മുടെ വേളാങ്കണ്ണിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് തീരാണ്. നാളെ നമ്മൾ തിരിച്ചു പോകുന്നതിൻ്റെ വിശേഷങ്ങളായിരിക്കും നമ്മുടെ വീഡിയോസിൽ വരിക. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഗുഡ് നൈറ്റ്.